ഒട്ടുമിക്ക കറികളും ചേരുന്നതാണ് ഒരു പലഹാരമാണ് പുട്ട്. പുട്ടിക്ക് കടലക്കറി, ചെറുപയർ കറി, മുട്ടക്കറി, മീൻകറി പറ്റും, ചിക്കൻ കറി പറ്റും. അങ്ങനെ പിന്നെ കറി അല്ലാതെ ആണെങ്കിൽ നമ്മൾ പുട്ട്, പഴം, പപ്പടം, അങ്ങനെയാണ് പുട്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് പുട്ടും മുട്ടക്കറിയാണ്. ഇന്ന് രാവിലത്തെ ചായ പലഹാരം അതാണ്. അപ്പോൾ മുട്ടക്കറി എങ്ങനെ വെച്ചാൽ നമ്മൾ പച്ചമുളകൊക്കെ തേങ്ങയും പച്ചമുളകും അരച്ചിട്ടാണ്, ഉള്ളിയൊക്കെ വഴച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ തേങ്ങ ചെറിയത്, പിന്നെ പച്ചമുളക് ഉണ്ട്. ഇത് അരയ്ക്കാനുള്ളതാണ്. ആദ്യം ഇത് അരച്ച് വെക്കണം. പച്ചമുളക് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്കുള്ള മുട്ടക്കറിക്കുള്ള ചേരുവകൾ: ഉള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ ഇനി ഉള്ളി ഒക്കെ ചെറുതാക്കി നമുക്ക് അരിയാം. ഇനി ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇന്ന് ചുവന്ന മുളകല്ല, അല്ലെങ്കിൽ മുളക് പൊടിയൊന്നുമല്ല, ഇന്ന് പച്ചമുളകാണ് അതിൽ നമ്മൾ ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ തക്കാളി. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ച് എന്തായാലും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി, പച്ചമുളക് അത് വഴറ്റാം. നല്ലപോലെ വഴറ്റിയിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇതാ മുട്ട പുഴുങ്ങാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ തക്കാളി ചേർക്കാം. മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ്. മുളക് പൊടി, മല്ലിപ്പൊടിയോ ഗരം മസാലയോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമുക്ക് ലേശം ഉപ്പും ചേർത്ത് കുറഞ്ഞ വെള്ളത്തിൽ അതൊന്നുണ്ട് വേവിച്ച് എടുത്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് തേങ്ങയും പച്ചമുളകും കൂടി അതാണ് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് കോഴിമുട്ട തോല് പൊളിച്ച് ഇനി അതിൽ ചേർക്കേ വേണ്ടു. ഇപ്പോൾ നേരെ അങ്ങനെ ഇടാണ്, അല്ലെങ്കിൽ മുറിച്ചിട്ട് വേണമെങ്കിൽ പകുതിയാക്കി മുറിച്ചിട്ട് അങ്ങനെ ചേർക്കാം. മുട്ടക്കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ട് പിന്നെ ഞങ്ങൾ പച്ചരി ഇവിടെ തന്നെ ഒക്കെ തലേദിവസം കഴുകി ഉണക്കി പൊടിച്ചതാണ്. അപ്പം ഇനി ഏതായാലും നമുക്ക് പുട്ടുണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് പുട്ടുപൊടി അത് ഉപ്പുവെള്ളത്തിൽ ഏതായാലും നനച്ചെടുക്കുകയാണ്. തേങ്ങ അരവിതും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ പുട്ടിൻ്റെ കുറ്റിയിലിട്ട് നമുക്കത് ആവി കയറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അതേ ഉള്ളൂ. ഇതിൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ പൊടിച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് പൊടി. ഇതാ പാത്രത്തിൽ വെച്ച് നമുക്ക് ഇതുന്നുണ്ട് ആവി കയറ്റിയെടുക്കാം. ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഏതായാലും ആവിയൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു കുറ്റി കഴിഞ്ഞ് പിന്നെ ഒരു ലേശം കുറച്ച് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നല്ല ചൂട് പുട്ട് അതിവിടെ റെഡിയായി.
അപ്പോൾ ഏതായാലും ചായ കഴിക്കാനുള്ള സമയമായി. ഇനിയിപ്പോൾ എന്താ കഴിക്കാം. അപ്പോൾ ഇനി അമ്മയ്ക്കൊരു കഷ്ണം, ഒരു പാകം വലുപ്പത്തിലുള്ളൊരു കഷ്ണം, നല്ല ചൂടോടുകൂടി തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ മുട്ടക്കറി അത് കൊടുക്കാം. നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുട്ടിനായതുകൊണ്ട് കുറച്ച് കറി വേണേനും, അതാണ് കുറച്ച് കറി വെച്ചത്. പുട്ട് കഴിക്കണമെങ്കിൽ കറി വേണം നല്ലോണം. രാവിലെ നല്ലൊരു ചായ പലഹാരമാണ് പുട്ടും മുട്ടക്കറി. അപ്പം ഇന്ന് അങ്ങനെയാണ്. നമ്മളെ പൂച്ചയും കുട്ടി ഇവിടെ ഉണ്ട്. ഇനി ഓല കളികളൊന്ന് കാണുക പൂച്ചക്കുട്ടീൻ്റെ. നമ്മളെ പൂച്ചയും കുട്ടി ഇവിടെ ഉണ്ട്, മുറിയിനുള്ളിലാണ്. പിന്നെ പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ ആക്കും പിന്നെ കുട്ടിയും പൂച്ചയൊക്കെ അങ്ങനെ അവിടെ കിടക്കും. വലിയൊരു പെട്ടിയാണ്, അത് വേറെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കളി. എന്നാൽ പുറത്തേക്ക് അങ്ങനെ വിടലില്ല. എന്ത് വേറെ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇവിടെ മുറിൻ്റെ ഉള്ളിൽ തന്നെയാണ് കളി. നല്ല കളിയിലാണ്, അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ആയി. ഇവിടെ ഏത് സമയത്ത് മുറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.